റെഡി? അപ്പൊ ഞങ്ങൾ ഇന്ന് ഭയങ്കര ഒരു ഫോട്ടോഷൂട്ടുമായിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ചിരിക്കാതിരിക്കൂ. ഫോട്ടോ പണിക്കാരെല്ലാം ശ്രദ്ധിക്കും. ഞാൻ കണ്ടില്ല. ഒരു പ്രേതം എഫക്റ്റ് ഉണ്ടോ? നിഴലായി ഹലോ, ഒരു ഹായ് പറ. ഹായ് എന്നോടല്ല, അവിടെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ആഫ്റ്റർ 1 year അല്ലേ? 1 year ആയോ? ആ, കല്യാണത്തിനല്ലേ ലാസ്റ്റ് ഒരുങ്ങിയത്. ആ വിവാദ വിഷയമായ അന്ന് എടുക്കാൻ പറ്റാത്തല്ല ഇതില് തീർക്കണം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഭയങ്കര ഒരു ഫോട്ടോഷൂട്ടുമായിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. മൂന്നാറൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കോവളത്ത് സെറ്റ് ചെയ്തു. അതാ ഒരു അടിപൊളി ലെൻസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ലോകത്തിൽ ആദ്യത്തെ വ്യക്തിയായിരിക്കും ഓൾറെഡി ഒരു ലെൻസ് വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ കളർ ലെൻസ് വെക്കുന്നത്. അത് പോസിബിൾ ആണോ എന്ന് ലെൻസ് വെക്കുന്നവർക്ക് തോന്നാം പോസിബിൾ ആണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഗൗരിയില്ല അങ്ങനെ. ഒരു പ്രേതം എഫക്റ്റ് ഉണ്ടോ? ഇല്ല, കൊള്ളാം. അല്ലെങ്കിൽ അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു ചേഞ്ച്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ കഷ്ടപ്പെടുന്നത് നെയിൽസ് ആണ്. നെയില് നമ്മുടെ ഡി ആർട്ടിസ്ട്രി. ഈ നെയില് ഞാൻ പ്രത്യേകം വ്ളോഗറിനെ എടുത്തിട്ടുണ്ട്. ചെയ്തത് ഡി ആർട്ടിസ്ട്രി ആണ്. ഇത് ചേച്ചിയാണ് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ ഈ ഒരു കാറ്റൈ ആണ് എടുത്തത്. പക്ഷെ എനിക്കിത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം കഷ്ടപ്പെട്ട് ചോറുണ്ടുമ്പോഴേക്കും എനിക്ക് അരച്ചിൽ വരും. ചിലപ്പോ മീൻ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, പക്ഷെ അത് കുറച്ച് ദിവസം നമ്മൾ യൂസ്ഡ് ആവുമ്പോൾ ഞാൻ ഇപ്പൊ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇതില്ലാതെ പറ്റൂലല്ലേ? ഞാനിത് യൂസ്ഡ് ആവുമെന്ന് തോന്നുന്നു. എനിക്ക് മീൻ കഴിക്കാൻ പറ്റാത്തതിലാണ് എന്റെ വിഷമം. ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ബാക്കിയൊന്നും എനിക്ക് ഫുഡ് കഴിച്ച് ഡയറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി. പക്ഷെ അതിന് കേക്കണ്ട. പക്ഷെ അത് നല്ലതാ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് നല്ല ചേഞ്ച് ഇല്ലേ? ഷാനും ആയതുകൊണ്ടാ ഇത്രയും ഞാൻ അടിച്ചിട്ടും ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത്. ഓക്കെ, അടിപൊളി. ലെറ്റ്സ് ബിഗിൻ. ഹലോ, അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഹെയർ ഒക്കെ ഭയങ്കര ഒരു ഹെയർ സ്റ്റൈലർ ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് അഗാരോടെ 6-in-1 ഹെയർ സ്റ്റൈലർ ആണ്. അതായത് 6 ഫംഗ്ഷൻ ഒറ്റ പ്രോഡക്റ്റ്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എയർ റാപ്പിംഗ് ടെക്നോളജിയാണ്. അതായത് ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്യാനും ഹെയർ ഡ്രൈ ചെയ്യാനും യൂസ് ചെയ്തത് എയർ ഫ്ലോ ആണ്. അതായത് നമ്മുടെ ഹെയറിന് യാതൊരു ഡാമേജും പറ്റും. ഇതിലുള്ളത് ഹെയർ മോളിമൈസർ ഉണ്ട്, ഹെയർ ബ്രഷ് ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്, ഹെയർ സ്മൂത്തനിങ് ഉണ്ട്, പിന്നെ ഹെയർ കളർ ആണ്. അത് ഇൻവേർഡും ഔട്ട്വേർഡും. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ കൂടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഗ്ലൗസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിൽ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ കൊള്ളത്തില്ല. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ വരുന്നത്. ഈ പവർ ബട്ടൺ ഒരു 3 seconds നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വന്നോളും. പിന്നെ ഇതിന്റെ താഴെയുള്ളത് 2 എണ്ണം നമുക്ക് ഹീറ്റും എയർ ഫ്ലോയുടെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ബ്ലൂ ലൈറ്റ് സിഗ്നിഫൈ ചെയ്യുന്നത് ലോ എയർ ഫ്ലോയും, പിങ്ക് മീഡിയം, റെഡ് ഹൈ അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് വരുന്നത് ഹെയർ ഡ്രയർ ആണ്. ഇതൊരു ട്രഡീഷണൽ ഹെയർ ഡ്രയർ ആണ്. നമ്മുടെ വെറ്റ് ഹെയറിനെ നന്നായിട്ട് ഡ്രൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പവർഫുൾ ഹെയർ ബ്ലോ ഡ്രയർ ഏകദേശം 500 മില്യൺ നെഗറ്റീവ് അയൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹെയർ നല്ല ഫ്രിസ് ഫ്രീ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. വിത്ത് ആൻ എയർ ഫ്ലോ അപ് ടു 22 m/s ആൻഡ് 110,000 RPM ഹൈ സ്പീഡ്, ഇത് ഏതൊരു ഹെയർ ഡ്രയറിനേക്കാളും ഒരു 50% ഫാസ്റ്റർ ആയിട്ട് നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യും.
ഇതൊരു കോംബ് ഹെഡാണ്. ഇത് നമുക്ക് കോംബ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നമ്മുടെ വെറ്റ് ഹെയർ ഡ്രൈ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 in 1 ഫംഗ്ഷൻ ആണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ മസാജിങ് ഫീലൊക്കെ തരും. അടുത്തത് സ്മൂത്തനിങ് ബ്രഷാണ്. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും മുടി സ്മൂത്തൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഹെയറിനെ ഡ്രൈ ചെയ്യാനും നല്ല സ്മൂത്ത് ആക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലും എയർ ഫ്ലൈവേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് വോളിയമൈസർ കോംബാണ്. ഇത് നമ്മുടെ ഹെയറിന് നല്ല വോളിയം തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോർമലി ഒരു ബ്ലോ ഡ്രൈ ചെയ്തൊരു ഇഫക്റ്റ് ഒക്കെയാണ് ഇത് തരുന്നത്. പിന്നെ നമ്മുടെ ക്രൗൺ പോർഷനിലൊക്കെ നമുക്ക് നന്നായിട്ട് ബൗൺസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെഡ് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചത്. ഇതാണ് ലോക്കും അൺലോക്കും. ഇത് ജസ്റ്റ് ഒന്ന് താത്തി അൺലോക്ക് ചെയ്യുക, ഇതിലേക്ക് ഫിക്സ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹെയറിനെ ഓട്ടോമാറ്റിക്കലി സക്ക് ചെയ്ത് കേൾ ചെയ്തോളും. അതായത് ആ ഒരു എയർ റാപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ച്. സെയിം പ്രോഡക്റ്റ് ഡൈസണും വരുന്നുണ്ട്. പക്ഷേ ഡൈസണിൻ്റെയും അഗാറോയുടെയും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അഗാറോ ഭയങ്കര ലെസ്സർ കോസ്റ്റാണ്. എത്ര എഫേർട്ട്ലെസ് ആയിട്ട് ഞാൻ ഇത് കേൾ ചെയ്തോന്ന് നോക്കിയാൽ. മറ്റത് എനിക്ക് കേളിങ് ഒക്കെ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആണ്. ഇതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ കേൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നോക്കാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സലൂണിലൊക്കെ പോയി സെറ്റ് ചെയ്തൊരു സ്റ്റൈലില്ലേ. എനിവേ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. 360 degree swell code ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. This powerful hair dryer can measure the heat of the airflow, ensuring your hair is always protected from heat damage. ഇപ്പോൾ എൻ്റെ ഹെയർ ശരിക്കും ഒരു സലൂൺ സ്റ്റൈൽ ചെയ്തതുപോലെ തന്നെയല്ലേ. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം തന്നെ മേടിച്ചു. എണ്ണ പിന്നെയും വരും. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഷാമ്പു ചെയ്തു. എനിക്ക് കഥയൊന്നും പറയണ്ട. ഗേറ്റ് തുറക്കുന്നു, വണ്ടി ഇറക്കിയപ്പോ ഫോൺ വിളിച്ചപ്പോ ബെഡിൽ. ഞാൻ പക്ഷെ 5:30 വെച്ചതാ. നമ്മള് ശംഖു ആ റൂട്ടൊക്കെ പോയി കറങ്ങി. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, മൊത്തം കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ കല്യാണത്തിന് എന്തൊക്കെയല്ല നമുക്ക് സംഭവിച്ചു. തലേ ദിവസം ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുന്നു. വെളുപ്പിന് 3 മണിക്ക് എന്തോ ആണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് എന്നെ ഒരുക്കിയത്. എന്നിട്ടും തെറിയോട്. പക്ഷെ അത്രയുമൊക്കെ ചീത്ത പറഞ്ഞിട്ടും കേട്ടിട്ടും ഇപ്പോഴും അത് റെഫറൻസ് കൊടുത്താണ് കസ്റ്റമേഴ്സ് വിളിക്കുന്നത്. അതാണ് എനിക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയത്. എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞവര് വന്നില്ല. മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്തോ ദൃഷ്ടി കിട്ടിയ മാതിരിയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് പേര് ഗൗരിയുടെ ഇപ്പോഴും ബ്രൈഡ്സ് ഗൗരിയുടെ വെഡിങ് ലുക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചെയ്ത സെറ്റ് മുണ്ടിന്റെ അപ്പിയറൻസ് ആണ്. അതാണ് ഇപ്പോഴും ചേച്ചിയോട് പറയുന്നത്. എനിക്ക് ഇപ്പോഴും അത് തമ്മിലുള്ള ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടോ വൾഗറാക്കി ഫോട്ടോ എഡിറ്റ് അതെങ്ങനെ സംഭവിച്ചു? ഞാൻ കഴിഞ്ഞ എത്രയും വർഷമായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ, പക്ഷെ നമുക്ക് നമ്മുടേത് മാത്രം എന്തോ സംതിങ് റോങ് അടിച്ചു. മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചാനലുകാരും ചെയ്യുന്നതാണോ? എനിക്കറിയാം. പക്ഷെ എന്റെ ചാനലിലുള്ളതെല്ലാം എന്റെ മേക്കപ്പ് പെർഫെക്റ്റ് ആണ്. ബാക്കിയുള്ളത് നമുക്കറിയാം. കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അത് ഗൗരിക്കും വീട്ടുകാർക്കും അമ്മക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ അവിടെ കോട്ടയത്ത് ഏതോ ഹോസ്പിറ്റൽ അവസാനം ഞാൻ അവിടെ കാല് പിടിച്ചൊക്കെയാണ് മെഡിക്കൽ സെന്റർ. അവര് പറഞ്ഞു വിടാൻ പറ്റത്തില്ല, എനിക്ക് ഞാനൊരു കല്യാണത്തിന് വന്നാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി. പക്ഷെ അന്ന് കുഴപ്പമില്ല, അത് എൻഗേജ്മെന്റ് നമ്മുടെ മറ്റേ ഓർണമെന്റ്സിന്റെ വീഡിയോ ഇട്ടതോടുകൂടി അതോടുകൂടി നമ്മൾ തീർന്നു. അതിന്റെ എല്ലാം കേട് നമ്മൾ ഇന്ന് തീർക്കും. കുറെ നാൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഒരു 9 yearsന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഒരു മോഡേൺ ഡ്രസ് ഇടുന്നത്. സാരി സൽവാർ പാവാടയിൽ നിന്ന് മാറ്റി പിടിക്കുന്നത് ഇപ്പോഴാണ്. ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ ഓൾറെഡി മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി അതൊന്നും എന്നെ പറയല്ലേ, പക്ഷെ ഇത് നല്ലതല്ലേ? എനിക്ക് ഇതാ കുറച്ചുകൂടെ സൗകര്യമല്ലേ ഇത് ചെയ്തേ.
എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് അസ്ലം. ഇപ്പൊ ലാസ്റ്റ് ഞാൻ മുടി കളറിങ് കെരാറ്റിൻ ഒക്കെ ചെയ്തേക്കുന്ന അസ്ലമിന്റെ അടുത്ത കിട്ടില്ല പൊളി. സാധാരണ ഈ കട്ട് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് വിടുമ്പം ആ ഒരു ഭംഗി ഉണ്ടാവും കുളിച്ച് കഴിയുമ്പോൾ. പക്ഷെ ഇത് ബ്ലോ ഡ്രൈ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജീവ് പറഞ്ഞു ബ്ലോ ഡ്രൈ ചെയ്തപ്പോ കൊള്ളില്ലായിരുന്നു, പക്ഷെ അല്ലാതെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലെയർ ഇതായിട്ട് കിടന്നില്ലേ. കോണ്ടോർ കിട്ടിപ്പോ വേറെ എനിക്ക് പോകും. വീണ്ടും ചിരി നുണപ്പഴേക്ക് വെച്ചിരിക്കും. ചിരിക്കാതിരിക്കൂ. കോണ്ടോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ശേഷം ഫൈനലി വീഡിയോ. അപ്പൊ ദിസ് ഈസ് അവർ സെക്കൻഡ് ലുക്ക്. ഇത് ടിൻഡു ചേച്ചിയുടെ ആണ് കംപ്ലീറ്റ്ലി ഐഡിയാസ് എല്ലാം. ഫുൾ ഐഡിയ ഉമ്മ. പിന്നെ മേക്കപ്പ്, ഈ ഒരു ഫോട്ടോഷൂട്ട് പ്ലാനിങ്. പിന്നെ ആഫ്റ്റർ 10 years ആണ് ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റിൽ വരുന്നത്. സാരി സെറ്റും കൊണ്ട് മാത്രം നടന്ന ഞാൻ, എന്റെ ഊഹം ശരിയാണെങ്കിൽ 10 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടില്ല. അപ്പം താങ്ക് യു. പിന്നെ ഞങ്ങൾക്ക് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് എടുത്തു തരുന്നത് കേക്ക് ക്യാപ്ചേഴ്സ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് ടാഗ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഓർണമെന്റ്സ് അസ്വ. നമ്മുടെ എല്ലാ ഓർണമെന്റ്സും ചെയ്ത് എടുത്ത് നമുക്ക് ഷൂട്ടിന് തരുന്ന അസ്വ പ്ലസ് അസ്വയുടെ ചേച്ചിയാണ്. അപ്പൊ അവർക്കും പ്രത്യേകം താങ്ക് യു. അപ്പൊ ഇതുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത ലുക്ക്. ഇതാണ് ഞങ്ങളുടെ തേർഡ് ലുക്ക്. ആക്ച്വലി ഇത് ഞങ്ങൾക്കൊരു കുറച്ച് ബോൾഡ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്താൽ കൊള്ളാന്ന് തോന്നിയിട്ട് ഇതെന്റെ സ്വന്തം ചേര ഞാൻ കാശെടുത്ത് വാങ്ങിച്ച ഡ്രസ്. ഞങ്ങൾക്കൊരു കോസ്റ്റ്യൂമിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ എന്നാ മേക്കപ്പ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിക്കണമെന്ന് തോന്നി ചെയ്തൊരു ഇതാണ് കേട്ടോ. ഫോട്ടോസ് ഞങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഇത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ദേവാൻഷിയാണ് കേട്ടോ ചെയ്തു തന്നെ. എൻ്റെ വെഡിങ് ബ്ലൗസ് ഒക്കെ ചെയ്തു തന്നെ. ആക്ച്വലി മേഘ എനിക്ക് തന്നിട്ട് ഒരു 6-7 മാസമായി. ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയതൊന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഫോട്ടോസിലേക്ക് പോകാം.
ലാസ്റ്റ് കോസ്റ്റ്യൂം. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിയ ചെയ്ത് തന്നതാണ്, മുദ്ര ബൈ മരിയ. ആക്ച്വലി ഇതിന്റെ കുഞ്ഞൊരു റീൽ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ഫോട്ടോസ് വേണമെന്ന് തോന്നിയതോടെയാണ് ഇത് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത്. ഇതൊരു പാർട്ടി വിയർ കം കാഷ്വൽ സൽവാറാണ്, നല്ല ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ എല്ലാ മേക്കോറും അടിപൊളിയാക്കുന്ന ടിൻഡു ചേച്ചിക്ക് 1000 താങ്ക്സ്. അതുപോലെ കാശി ടിൻഡു ചേച്ചിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എല്ലാ ഫോട്ടോസും അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്ത ക്യാപ്ചേഴ്സിനും കിരൺ ചേട്ടനും മാധവനും എല്ലാം ഒരുപാട് താങ്ക്സ്. ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഇതിന്റെ ഈ ബ്ലോഗിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇൻസ്റ്റയിൽ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ നമുക്ക് പോസ്റ്റ് ആയിട്ട് ഇടാം അല്ലേ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ.